ഹായ് സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ ട്രീജ മേക്കർ. അപ്പോൾ ഇത് നമുക്ക് നോമ്പ് കാലമാണല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും ഞങ്ങൾക്ക് നോമ്പാണെന്ന് പറയുമ്പോൾ അവർ പറയാം അപ്പം നിങ്ങൾക്ക് ഇറച്ചിയും മീനും ഒന്നും കൂട്ടാൻ പാടില്ലല്ലേ എന്ന് പറയും. അപ്പം ഇറച്ചിയും മീനും കൂട്ടുക എന്ന് മാത്രമല്ല, നമ്മൾ മാറ്റി വെക്കുക എന്ന് മാത്രമല്ല നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നോമ്പിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ. നോമ്പ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, നോമ്പ് ആദ്യം നമ്മളിപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ തിരക്ക് പിടിച്ച ഒരു കാലഘട്ടമാണ്. അപ്പം നമ്മൾ ആ നോമ്പ് കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രാർത്ഥന എപ്പോഴും നമ്മൾ തന്നെ നമുക്കൊരു സമാധാനം നൽകുന്ന ഒരു ഉറവിടമാണ്. നമ്മൾ ദൈവവുമായിട്ട് നമ്മളതായ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചൊല്ലുക എന്നല്ല, നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തിനോട് ഷെയർ ചെയ്യും. അപ്പോൾ നമുക്കൊരു സമാധാനം ലഭിക്കും. അപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രാർത്ഥന ഒരു ചൈതന്യമായിട്ട് നമുക്ക് മാറും. രണ്ടാമത്തെ എന്ന് പറയുന്നത്, നമ്മൾക്ക് മറ്റുള്ളവരോട്, മനുഷ്യരാണ്, മറ്റുള്ളവർ നമ്മൾ പിണങ്ങിയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് ആരോടെങ്കിലും വിദ്വേഷം പകയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചെന്നിട്ട് നമ്മുടെ ആ വിദ്വേഷം പകയൊക്കെ മാറ്റി അവരുമായിട്ട് നമ്മൾ സൗഹൃദത്തിലാകണം. ഓൾറെഡി നമുക്ക് ആരോടെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ, നമ്മൾ പിണങ്ങിയിരിക്കുന്ന ആ വ്യക്തിക്ക് മാത്രമല്ല നമ്മൾക്കാണെങ്കിലും ഒരു വിഷമം ഉണ്ടാവും. അയാൾ എന്നോട് മിണ്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അയാളോട് മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെ ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് നമ്മളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി നമ്മൾ തന്നെ ഒരു റിലാക്സേഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ. അപ്പം ആ നോമ്പ് കാലഘട്ടത്തിൽ അതും ഒരു പ്രധാനമാണ്. അതായത് നമ്മൾക്ക് ആരോടെങ്കിലുമൊക്കെ വിദ്വേഷമോ പകയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ചെറുതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. അപ്പോൾ ഒന്നാമത്തായിട്ട് നമ്മൾ പ്രാർത്ഥനയാണ്. രണ്ടാമത്തായിട്ടെന്ന് പറയുന്നത് നമ്മുടെ പിണക്കങ്ങളൊക്കെ മാറ്റി വെക്കുക. മൂന്നാമതായി നമ്മൾ പറയുന്നതെന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് കുറവുകളുണ്ടാകും. അപ്പം ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്, വീട് കളിക്കുന്നവരുണ്ട്, അതുപോലെ മദ്യം കഴിക്കുന്നവരുണ്ട്, മറ്റു ദുശീലങ്ങൾ ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. ഈ നോമ്പ് കാലഘട്ടത്തിൽ അതും കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി വെക്കുക അല്ലേ. ആ ഒരു ഹാബിറ്റൊക്കെ നമ്മൾ മാറ്റി വെക്കുമ്പോൾ ആ നോമ്പ് കാലഘട്ടത്തിൽ അതൊരു നന്മയായിട്ട് നമുക്ക് വരും. ഏതായാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും നമുക്ക് നന്മയല്ല, നമ്മുടെ ശരീരത്തിൽ ദോഷം തന്നെയാണല്ലേ. ഒരു ചെടി നമ്മൾ കിളിപ്പിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അതിനുണ്ടാകുന്ന വളർച്ചയും തിളച്ചവെള്ളം ഒഴിക്കുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റവും സ്വാഭാവികം. അതുപോലെയാണ് ലഹരി അല്ലേ, ലഹരി എന്ന് പറയുന്നത്. കാരണം ഒരു ചെടി തിളച്ചവെള്ളം എപ്പോഴും ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി അത് നശിച്ചു പോകും അല്ലേ. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അത് വളർന്നു വരും. അപ്പോൾ ലഹരിയുടെ ഉപയോഗം അത്രമാത്രമേ ഉള്ളൂ. ഈ തിളച്ച വെള്ളത്തിനോട് തന്നെ നമുക്ക് ലഹരിയെ താരതമ്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ അതും നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മളിലുള്ള ഈ കുറവുകളെയൊക്കെ നികത്തിക്കൊണ്ട് നമ്മൾ ആത്മീയമായും നമ്മളെ തന്നെ ഒരുക്കുന്നതാണ് നോമ്പ് കാലം. അപ്പോൾ ഒരു ദൈവികമായ പ്രകാശവും ചൈതന്യമൊക്കെ നമ്മൾ കുടികൊള്ളുകയും നമുക്ക് ഒരു നന്മ വരികയും ചെയ്യും. അപ്പോൾ ഇതാണ് നോമ്പ് കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം, കമൻസും ഒക്കെ ചെയ്യണം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.